ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആരെയും അറിയിക്കാറില്ലതാണെന്നാണ് സത്യം. ഇത് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എപ്പോഴും എന്ത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നതും ഇങ്ങനെയാണ് ഞാൻ എന്നും. അപ്പോൾ അതായത് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ നാൽപ്പാമരാതി കേരത്തൈലമില്ലേ, ഇത് തേച്ചിട്ടാണ് മുഖത്ത് ഞാൻ തേച്ചിട്ടാണ് ഇത് ഞാൻ കുളിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആരും അറിയാത്ത രഹസ്യങ്ങളാട്ടോ, എൻ്റെ ശരീര രഹസ്യങ്ങൾ ഞാൻ ആരോടും പങ്കിടാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്ത് കൊണ്ടുവരാൻ കാര്യം കണ്ടൻ്റ് ഇല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിൽ തേക്കുന്നത് ഈ എണ്ണയാട്ടോ. ഇത് ക്യാരറ്റ് ഓയിൽ. ഈ ക്യാരറ്റ് ഓയിലിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി കാണുക. അപ്പോൾ ഈ ക്യാരറ്റ് ഓയിൽ തേച്ച് ഞാൻ കുളിക്കും. മുഖത്ത് നാൽപ്പാമരാതി വെളിച്ചെണ്ണ തേക്കും. എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരേ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈകിട്ടാവുമ്പോൾ ഞാൻ കുറച്ച് തക്കാളി നീര്, ഇതിൽ തക്കാളി നീര് തീർന്നു പോയിട്ടോ, ഞാൻ അരച്ച് വെച്ചത് കുറച്ച് തക്കാളി നീരും കുറച്ച് കടലമാവും കുറച്ച് തൈരും. ഇത് കണ്ടോ, തൈര് ഞാൻ വാങ്ങണ തൈര് ഉപയോഗിക്കാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ തൈര് കുറേ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്ത് തേക്കണം ഞാൻ ഉണ്ടാക്കുന്ന തൈരാണ് ഇത്. യാദൃശികമായിട്ട് തൈര് തീർന്നപ്പോൾ വാങ്ങിയതാണ് ഈ തൈര്. അതായത് കടലമാവും നമ്മുടെ തക്കാളി നീരും ഇങ്ങോട്ടും ചേർത്ത് എന്നും ഞാനിത് പാക്ക് യൂസ് ചെയ്യും. ഈ പാക്ക് ഞാൻ എന്നും എൻ്റെ മുഖത്തിടാറുണ്ട്. പിന്നെ നമ്മളൊരു ആഴ്ചയിലൊരു ദിവസം ഞാൻ സ്ക്രബ് ചെയ്യും. അത് ഞാൻ തന്നെ പൊടിച്ചെടുത്ത ചെറുപയറിൻ്റെ പൊടിയാണ്. ഈ പൊടി വെച്ചിട്ടാട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്യണേ. നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്താൽ നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്യുക. ഡെയിലി ഞാൻ ഈ പാക്കിടും. പിന്നെ ഞാൻ പുറത്ത് പോയി വരുമ്പോൾ കുറച്ച് തൈര് അല്ലെങ്കിൽ തക്കാളി നീരെടുത്തിട്ട് നന്നായിട്ടൊന്ന് മുഖം മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്ത് കളയും. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചൊരു തേനാട്ടോ. ഈ തേൻ നല്ല സൂപ്പറാണ്, നല്ല തേനാട്ടോ, നല്ല ഒറിജിനൽ തേനാണ്. ഞാൻ വാങ്ങിയതാണ്, അതും കൂടെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പാക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഉണ്ടാക്കാൻ എന്തിനാ, ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിച്ച് അപ്പോൾ ചെറുപയർ പൊടിയും തക്കാളി നീരും നമ്മുടെ തൈരും കൂടി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ചെറുപയർ പൊടിക്ക് പകരം നമുക്ക് കടലമാവിൻ്റെ പൊടി എടുക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ധൃതി പിടിച്ച് പറയുന്നാരും മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കടലമാവ് ഒന്നിടെ ഞാൻ പറയാം, റിപ്പീറ്റ്. കടലമാവിൻ്റെ പൊടി പ്ലസ് തക്കാളി നീര് പ്ലസ് തൈര്, ഇതും കൂടി മിക്സ് ചെയ്ത് ഡെയിലി ഒരു പാക്ക് നിങ്ങൾ മുഖത്തിട്ട് നോക്ക്. മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും. എൻ്റെ മുഖത്തൊരു കുരുവോ പാടോ ഒന്നുമില്ല കേട്ടോ. ഞാൻ എന്നും തന്നെ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഭയങ്കര ഉഴപ്പാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്നും തന്നെ ഉപയോഗിക്കുന്നൊരു പാക്കാട്ടോ. തക്കാളി നീരും തൈരും ഈ കടലമാവ്, അതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്യും. കാര്യം ഡ്രൈ സ്കിന്നുള്ളവർക്ക് തേൻ ആഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ശരീരത്തെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. ഞാൻ എണ്ണ തേച്ച് കുളിക്കും. ഡെയിലി ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്ന ആളാണ്. ക്യാരറ്റ് ഓയിൽ തേച്ച് കുളിക്കും. അങ്ങനെയൊക്കെ പുറത്ത് പോയിട്ട് വന്നാലും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ഐസ്ക്രീം അല്ല കേട്ടോ. പിന്നെ ഞാൻ പറയാം, എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ശരീരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിച്ച് സംരക്ഷിച്ച്, ഇപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ നമുക്ക് വാങ്ങി വെച്ചിരുന്ന കുറേ കാലത്തേക്ക് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിട്ട് 3-4 മാസമായി. ഞാൻ ഈ വീഡിയോ അതായത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇത് തേച്ച് ഞാൻ കുളിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആരെയും അറിയിക്കാറില്ലതാണെന്നാണ് സത്യം.
ഇത് കാണുമ്പോഴാണ് എല്ലാവരും തന്നെ ഭാനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നറിയുന്നത് തന്നെ. എനിക്കതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സംരക്ഷണമൊക്കെ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നമുക്കൊരു കണ്ടൻറ്റ് വേണ്ടേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.